തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, സമാധാനത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഈശോ പറയുന്നു, ധൈര്യമായിരിക്കുവിൻ. നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങളുണ്ടാകും, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ഒരുവൻ്റെ കൂടെയാണ് നമ്മുടെ ജീവിതം. സ്വാഭാവികമായി ഈ ലോകം കഷ്ടതകളുടെയും ഞെരുക്കങ്ങളുടെയും സ്ഥലമാണ്. ലോകത്ത് ജീവിക്കുന്ന 800 കോടി മനുഷ്യരും ഈ ദുരിതപർവങ്ങളിലൂടെ കടന്നുപോയേ മതിയാവൂ. അങ്ങനെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ തിങ്ങുന്ന ഈ ജീവിതത്തിനകത്ത് സ്വാഭാവികമായി സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു വ്യത്യാസവും നമുക്കില്ലെന്നിരിക്കെ ക്രിസ്തുവിലാണ് എന്ന ബോധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തെ സമാധാനപൂർണ്ണമാക്കും. ഇല്ലായ്മയ്ക്കകത്ത്, കഷ്ടതയ്ക്കകത്ത്, പീഡകൾക്കകത്ത് സമാധാനം പ്രാപിച്ച് ക്രിസ്തുവിൽ ജീവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലോകത്ത് ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾ ചിതറിപ്പോകാനിടയുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ലെന്നും ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസം കേട്ട് ഈശോ പറയുന്നു, നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു, പക്ഷേ നിങ്ങൾ ചിതറിക്കപ്പെടും, എന്നെ വിട്ടുപോകും. കാരണം ആ സമയം വരികയാണ്, കഷ്ടതകളുടെ പീഡകളുടെ സമയം. ആ സമയത്ത് ശിഷ്യന്മാർ ക്രിസ്തുവിനെ വിട്ടുപോകുന്നുണ്ട്. ക്രിസ്തുവിനെ വിട്ടുപോകുന്ന ശിഷ്യന്മാർ ആത്മാവിൻ്റെ ബലത്തിൽ പിന്നീട് ധൈര്യപൂർവ്വം ക്ലേശങ്ങളെയും പീഡകളെയും മറന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. എഫെസോസിൽ വിശുദ്ധ പൗലോസ് പ്രസംഗിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, അപ്പോളോസ് നിങ്ങൾക്ക് ഏത് സ്നാനമാണ് നൽകിയത്? യോഹന്നാൻ്റെ സ്നാനം. വിശുദ്ധ പൗലോസ് ക്രിസ്തുവിൽ അവരെ സ്നാനപ്പെടുത്തുന്നു. ആത്മാവ് കൊണ്ട് നിറയുമ്പോൾ അവർ ധൈര്യപൂർവ്വം പ്രസംഗിക്കുന്നു. ധൈര്യപൂർവ്വം ജീവിക്കുക എന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. ഈ ലോകത്ത് മറ്റുള്ളവർ കാണുന്നത് പോലെ അല്ലാതെ കാര്യങ്ങളെ കാണാൻ, നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളെയും കഷ്ടതകളെയും ക്രിസ്തുവിൽ ഉയർപ്പിൻ്റെ അവസരങ്ങളായി തിരിച്ചറിയാൻ, നാം അനുഭവിക്കുന്ന വേദനകളും ഞെരുക്കങ്ങളും ക്രിസ്തു അനുഭവത്തിലേക്കുള്ള വഴിയാണെന്ന് തിരിച്ചറിയാൻ എപ്പോൾ നമുക്ക് കഴിയുന്നുവോ അപ്പോഴാണ് സമാധാനം. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഇത് സാധ്യമല്ല. പരിശുദ്ധാത്മാവ് തിരിച്ചറിവിൻ്റെ ആത്മാവാണ്. നാം അനുഭവിക്കുന്ന കാര്യങ്ങളുടെ ആത്യന്തികമായ സത്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് വേദനകളിൽ നിന്ന് മോചനമുണ്ടാവും. ഒരു കുട്ടി കഷായം കുടിക്കുന്നത് വളരെ വിമിഷ്ടപ്പെട്ടാണ്. അതിൻ്റെ അമ്മ വളരെ നിർബന്ധിച്ചതിനെക്കൊണ്ട് കഷായം കുടിപ്പിക്കും. രോഗം മാറാൻ ഈ കഷായം നല്ലതാണെന്ന് അമ്മയ്ക്കറിയാം. എന്നാൽ അറിവ് വെച്ച് കഴിയുമ്പോൾ, കാര്യങ്ങൾ തിരിച്ചറിയുന്ന വിവേകമുണ്ടാകുമ്പോൾ ഈ കുട്ടി കഷായം തന്നെ കുടിക്കും. മുതിർന്നു വരുമ്പോൾ മരുന്നുകൾ കഴിക്കാൻ വിമുഖതയില്ലാണ്ടാവും. കാരണം രോഗത്തെ അതിജീവിക്കാൻ അത് ആവശ്യമാണ്, നമുക്കറിയാം. ഇതിൻ്റെ ഫലം എന്താണെന്നറിയാം. എന്തുകൊണ്ടാണ് ഞെരുക്കങ്ങളും കഷ്ടതകളും ഉണ്ടാകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നത്? വിവേകമില്ലാത്തത് കൊണ്ടാണ്, ഈ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ പറ്റൂ. അനുഭവിക്കുന്നതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം തിരിച്ചറിയാൻ പറ്റൂ. നാം നേരിടുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ ഫലം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. നമ്മളെവിടെയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നാം ഈ ലോകത്തിൻ്റെ എല്ലാ മാന്യതകളെയും ഉപേക്ഷിക്കാൻ, മാന്യസങ്കല്പങ്ങളെ ഉപേക്ഷിക്കാൻ പ്രാപ്തരാകും. നമ്മെ കർത്താവിൻ്റെ സന്നിധിയിൽ കാണാൻ നമുക്ക് കഴിയും. നമുക്കെതിരെ അപവാദങ്ങളും കുറ്റപ്പെടുത്തലും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കാനും ക്രിസ്തുവിൽ നിന്ന് ബലം പ്രാപിക്കാനും നമുക്ക് കഴിയും. അങ്ങനെ അവൻ്റെ വെളിച്ചത്തിൽ നടക്കാൻ ജീവിതത്തിൽ നാം കെൽപ്പുള്ളവരായി തീരുമ്പോഴാണ് നമുക്ക് സമാധാനം ഉണ്ടാകുക. ഈശോ പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയിച്ചവൻ്റെ കൂടെയാണെന്ന ബോധ്യത്തോടെ ജീവിതത്തിൻ്റെ പരാജയ നിമിഷങ്ങളെ മറികടക്കാൻ ആത്മാവിൽ ഏവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.